നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നിരവധി പേർ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിലൊരു സംശയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരമാണ് ശിലാസ്ഥാപനം അഥവാ കല്ലിടിയിൽ എന്ന കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട ഏകദേശ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശിലാസ്ഥാപനം നടത്തേണ്ടത് നല്ലൊരു മുഹൂർത്തത്തിലായിരിക്കണം. അതിനായിട്ട് നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് നല്ല മുഹൂർത്തം കണ്ടെത്തേണ്ടതാണ്. വീടുപണി അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളും അതിനുശേഷം വീട്ടിന്റെ ശുഭാശുഭങ്ങളും എല്ലാം ഗൃഹാരംഭം അഥവാ കല്ലിടിലിന്റെ മുഹൂർത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലായിരിക്കണം കല്ലിടേണ്ടത്. പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ് കല്ലിടേണ്ടത് ആരാണ് എന്നുള്ളതാണ്. വീട്ടിലെ കാരണവർ ആരാണോ അവർക്കാണ് കല്ലിടാനുള്ള അവകാശം. അതായത് വീട് വെക്കാൻ ഒരു യുവാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ യുവാവിന്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള അതേപോലെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലുമോ കല്ലിടാവുന്നതാണ്. അതല്ല എങ്കിൽ സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനത്തുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളോ നല്ല ആചാര്യന്മാരോ ഗുരുക്കന്മാരോ ഒക്കെ കല്ലിടുന്നതും ഉത്തമമാണ്. കല്ലിടുന്ന ശിലയെ വിധിപ്രകാരം പൂജ ചെയ്തു വേണം സ്ഥാപിക്കുവാൻ. പ്രാദേശികമായി ദേശദേവതയ്ക്കും കുടുംബ ദേവതകൾക്കുമൊക്കെ അത്യാവശ്യം വഴിപാടുകളെ ചെയ്തിട്ട് കല്ലിടുന്നത് ഗുണപ്രദമാണ്. കല്ലിടുമ്പോൾ അതായത് ഗൃഹാരംഭത്തിൽ നടത്തേണ്ടതായിട്ടുള്ള പൂജ ഉത്തമനായിട്ടുള്ള ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേസ്തരി അഥവാ ശില്പിക്ക് ചെയ്യാവുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള ഓരോരുത്തരുടെയും സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ നിർമ്മാണം കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ അകത്തായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള മണ്ണ് നിറയ്ക്കേണ്ടതാണ്. മണ്ണ് നിറച്ചതിന് ശേഷം ചെറിയൊരു ഇടവേള കൊടുക്കുന്നത് അടിത്തറയ്ക്ക് ഗുണപ്രദമാണ്, ബലം നൽകും. ഈ സമയം നഷ്ടപ്പെടുത്താതെ ജനൽ, കട്ടള തുടങ്ങിയ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ജനൽ, കട്ടള തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും പഴയ തടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത്. പുതിയ തടിയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യം. തേക്ക്, പ്ലാവിലെ, ആഞ്ഞിലി, മഹാഗണി തുടങ്ങിയ അനുകൂല ഊർജത്തെ നൽകുന്ന തടികൾ ഉപയോഗിക്കാവുന്നതാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീടിന്റെ ജനൽ, കട്ടള എന്നിവയ്ക്കെല്ലാം ഏതെങ്കിലും ഒരു തടി തിരഞ്ഞെടുക്കുന്നത് ഉത്തമമായിട്ടാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും 2 തരത്തിലുള്ള തടികളെ തിരഞ്ഞെടുക്കാം. അതിലധികം തടികൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നില്ല. കട്ടിളപ്പടിയും പ്രധാന ഡോറും ഒരു തടിയിൽ തീർത്തതായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഗൃഹാരംഭം എന്ന് പറയുന്നത് കല്ലിടിയിൽ തന്നെയാണ്, അതായത് ശിലാസ്ഥാപന കർമ്മം എന്ന് പറയാം. ഈ ശിലാസ്ഥാപന കർമ്മത്തിന് ഏതെങ്കിലും ഉത്തമനായിട്ടുള്ള വ്യക്തിയെ വീടിന്റെ കാരണവർക്ക് തന്നെ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കട്ടിള വയ്പ് എന്ന ചടങ്ങിലേക്ക് കടക്കാവുന്നതാണ്. കട്ടിള വയ്പ് ചടങ്ങിനെ കുറിച്ച് മറ്റൊരു പ്രത്യേക വീഡിയോ നമുക്ക് ചെയ്യാം. അത് പ്രത്യേകമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഏത് സ്ഥലത്തുള്ളവർക്കും ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് വാസ്തുശാസ്ത്ര കാര്യങ്ങൾ ചെയ്തു നൽകുന്നതാണ്. എന്റെ ഫോൺ നമ്പർ വീഡിയോയിൽ നൽകുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫോൺ നമ്പർ നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.